ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേ, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. സ്കൂൾ പ്ലസ് ഇറ്റ്സ് മീ രാഹുൽ ദേവ്, ഐ എം യുവർ എക്കണോമിക്സ് ഫാക്കൽറ്റി. മക്കളെ, ഇന്നലെ നമ്മൾ ഒരുപാട് നേരങ്ങൾ സംസാരിക്കാനും നമ്മുടെ ക്ലാസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് മാം എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഐ ഡിയുടെ ക്ലാസ്സും കേട്ടു. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 ചാപ്റ്റർ നമ്മൾ ഇന്നലെ കവർ ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും കയറണം. കാരണം കംപ്ലീറ്റ് അത് തിയറി ഞാൻ എൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിയറിയാണ് അല്ലേ, മൊത്തം തിയറിയാണ്. മൊത്തം തിയറി പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ഓക്കെയാണ്, ചിലപ്പോൾ പഠിച്ചവരാകാം, ചിലപ്പോൾ എന്താ ഒരു ബേസിക് ഇത്ര കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവാം, ചെറിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ സെഷന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളൊന്ന് പഠിക്കുക. ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി അധികം സമയമൊന്നുമില്ലല്ലോ, ഉച്ചയ്ക്ക് നമുക്ക് എക്സാം ആണ്. ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടട്ടെ. ഇനി കൊമേഴ്സുകാർക്കാണെങ്കിൽ അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് കിട്ടട്ടെ. നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റ് മാത്രമല്ല, ബാക്കി ലാംഗ്വേജ് ആയിക്കോട്ടെ, ദെൻ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ലൊരു സ്കോർ കിട്ടട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനും മിസ്സും ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ PYQ സെഷൻസ് ആൻഡ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ടാവും. ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ? ഡിസ്ക്രിപ്ഷനല്ല, നമ്മളെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ വേഗം ജോയിൻ ചെയ്യുക. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇന്നലത്തെ നോട്ട് അതൊക്കെ അതിൽ കിടക്കുന്നുണ്ടാവും. ഇനി അത് ഒക്കെ നിങ്ങളൊന്ന് സെറ്റാക്കി എഴുതാം. ഓക്കെ. ഇനി ചില ആളുകൾ മലയാളത്തിൻ്റെ നോട്ട് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ നോട്ടിൻ്റെ കാര്യം ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ PDF ഫയൽ വരും. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ മലയാളത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മുടെ ഒരു അതിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടിൽ ഞാൻ മലയാളം മീനിങ് പറയുന്നുണ്ട്. നോട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം അത് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ തന്നെ ആ പോയിന്റ്സ് എഴുതിയേക്കുക. കാരണം നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതും ബെനിഫിറ്റ് ആണ്. ഓക്കെടാ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സെഷന് ശേഷം മാം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട്, അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നല്ലൊരു കോൺഫിഡൻസിൽ വേണം എക്സാം ഹാളിലേക്ക് ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എക്കണോമിക്സിൻ്റെ എക്സാം ഇന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒപ്പം പഠിച്ചു പോവാം. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ എക്കണോമി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. ഹു എമംഗ് ദ ഫോളോവിങ് attempted estimate India's national income for pre-independence India. അതായത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ ആളുകൾ ആരൊക്കെയാ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, VK RV റാവു, ദാദാഭായ് നവറോജി, RC ദേശായി, വില്യം ഡിഗ്ബെ, ഫിൻലെ ഷിറാസ് എന്ന് തുടങ്ങിയ ആളുകളൊക്കെയാണ് എന്ത് കണക്കാക്കിയിട്ടുള്ളത്, ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ളത്. ആ പറഞ്ഞ 3 പേരും ഓപ്ഷനിലുണ്ട്. നമ്മൾ ഉത്തരം എന്താ പറഞ്ഞേ ഉത്തരം എന്താ? ഓപ്ഷൻ 4 ആണ്, 4 ആണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. സെറ്റ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? അത് മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ക്വസ്റ്റ്യനും ആൻസറും ഞാൻ വേഗം പറഞ്ഞു പോവാം, നോട്ട് ചെയ്ത് വെച്ചോളാം. ആൻസർ ഞാൻ ഇതിൽ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്താ, നമുക്ക് സമയം കുറച്ചുള്ളൂ. നമ്മളുടെ മോഡൽ എക്സാമിനെ പോലെ അല്ലല്ലോ ബോർഡ് എക്സാം, സമയമില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പെട്ടെന്ന് എടുക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേഗം പോട്ടോ. മിൽക്ക് പ്രൊഡക്ഷൻ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോസസ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഓസോൺ ഡിപ്ലീഷന് എന്താ പറയുക, നെഗറ്റീവ് അല്ലെങ്കിൽ അത് ഓസോൺ ഡിപ്ലീഷന് കേടായിട്ടുള്ള വാതകം ഏതാണ്? ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാതകങ്ങളല്ല, എന്തൊക്കെ പൊല്യൂഷൻ ആണെന്നാണ് ചോദിച്ചത്. ഓസോൺ ഡിപ്ലീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വാട്ടർ പൊല്യൂഷൻ ആണോ? ലാൻഡ് ഡിഗ്രഡേഷൻ ആണോ? സൗണ്ട് പൊല്യൂഷൻ ആണോ? അല്ല. ക്ലോറോ ഫ്ലൂറോ കാർബൺ മുഖേന
നമ്മുടെ ആ ക്ലോറോ ഫ്ലൂറോ കാർബൺസിന്റെ ഒക്കെ അഭാവമല്ല, അതിന്റെ എന്താ പറയാ പ്രസൻസ് മൂലം നമ്മുടെ ഭൂമിയുടെ ഈ കവചമുണ്ടല്ലോ, ഓസോൺ ലെയർ, അതിന് വരുന്ന സുഷിരങ്ങളാണ് എന്ത് ഈ ഓസോൺ ഡിപ്ലീഷൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ യു വി ലൈൻസ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ആൻസർ കിട്ടി. ദ പോവർട്ടി എറാഡിക്കേഷൻ വിങ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഈസ് താഴെ തന്നിരിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? അത് കുടുംബശ്രീ മിഷൻ ആണ്. ഓക്കെ അല്ലേ? എക്സാമിന് ചോദിച്ചിട്ടുള്ളത് PYQ ആണ്, നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാ? പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള വർഷം 1950 ആണ്. 1950 മാർച്ച് 15 ആണ് കേട്ടോ. ആ ഡേറ്റ് അടക്കം വരികയാണെന്നുണ്ടെങ്കിൽ അതുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുണ്ട്, പേടിക്കണ്ട. മാർച്ച് 15 ആണ് 1950. പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951 ആണ് ടു 55. ഓക്കെ അല്ലേ? 51 ഓക്കെ. 51 to 56 അല്ലേ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നുണ്ട് പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്സ് ഓഫ് ദ ഇക്വിറ്റി ടു ദ പബ്ലിക് ഈസ്. അതായത് പ്രൈവറ്റൈസേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഗവൺമെന്റ് കമ്പനിയുടെ ഷെയർസ് ഉണ്ട്, അത് വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ദ പാർട്ട് ഓഫ് ദ ഇക്വിറ്റി, അതായത് PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേയുടെ ഷെയർ ആണ് നമുക്ക് വാങ്ങിക്കൂടെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ ചോദ്യം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ്. കാരണം ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറയാത്തത് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയണ പോയിന്റ് ആണ്, വീണ്ടും ഞാൻ വൈകിക്കണ്ടല്ലോ. അത് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. ഇൻക്രീസ് ഇൻ ദ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ, മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ ഫ്ലഡ്. ഇതും ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ വർഗീസ് കുര്യൻ, അതാണ് നമുക്ക് അറിയേണ്ടത്, ഫാദർ ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ, മിൽക്ക് റവല്യൂഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറീഡ് എംപ്ലോയിഡ് ടു കാഷ്വൽ വേജ് വർക്ക് ഈസ്. എന്താണ്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അൺഎംപ്ലോയ്മെന്റ് അല്ല, വേജ് എംപ്ലോയ്മെന്റ് അല്ല, അർബനൈസേഷനും അല്ല. ഓക്കെ അല്ലേ? ആൻസർ എന്താ വരുന്നത്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്, കാറു കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ്. ആ കാറു കമ്മിറ്റി എന്ത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്? റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റ്സ്, റൂറൽ ഏരിയയിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം മേഖലയിൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഒക്കെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരണം. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്? കാറു കമ്മിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെല്ലിംഗ് പാർട്ട് ഓഫ് ദ ഇക്വിറ്റി ഓഫ് പബ്ലിക്, അത് പറഞ്ഞു. അടുത്ത ചോദ്യം, അതായത് ഇപ്പൊ മുന്നേ ചോദിച്ച ചോദ്യമാണ്, ഇങ്ങനെയും ചോദിക്കാം. സെല്ലിംഗ് ഓഫ് ദ പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു ദി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ അതായത് PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ ഷെയർസ് ആർക്ക് വിൽക്കുന്നു? പബ്ലിക്കിന് വിൽക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണെന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഷെയർസ് വിൽക്കുക. പ്രൈവറ്റൈസേഷൻ രണ്ട് രീതിയിൽ എന്നല്ല പറഞ്ഞത്. ഇനി അടുത്ത് നോക്കണം, വിച്ച് ഓഫ് ദ ഫോളോവിങ്, എണ്ണം നോക്കണ്ട. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു അനലൈസിങ് ദ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഇൻ ദ കൺട്രി. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോന്റെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ, അതായത് എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ, നിലവിലെ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി സെമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1793. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ മാരത്തൺ ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് മോഡൽ എക്സാമിന്റെ. അപ്പോൾ സെമീന്ദാർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1793 അതും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലടാ മക്കളെ? ഓക്കെ അല്ലേ? ദ പോപ്പുലേഷൻ സെൻസസ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ. പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള വർഷം, പോപ്പുലേഷൻ 1881 ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആരത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? അത് നമുക്കറിയാം അല്ലെ? അപ്പോൾ ഓക്കെ, 1881 ആണ് എന്തുള്ളത്? പോപ്പുലേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ. ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു, താഴെ തന്നിരിക്കുന്ന ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നു? ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണോ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണോ, മിൽക്ക് പ്രൊഡക്ഷൻ ആണോ, ഓൾ ഓഫ് ദ അബോവ് ആണോ? ഓൾ ഓഫ് ദ അബോവ് ഒരിക്കലും അല്ല, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണ്.
ഗ്രീൻ റവല്യൂഷൻ കാർഷിക മേഖലയിലൂടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹൈ yielding വെറൈറ്റീസ് HYV സീഡ്സ് ഒക്കെ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. MS സ്വാമിനാഥനാണ് ഫാദർ. അപ്പോൾ അതും കൂടി നിങ്ങളെ ഫാദർ ഓഫ് ആ ക്വസ്റ്റ്യൻ കൂടി ഓർത്ത് വയ്ക്കുക. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. (1960–1980) ഓക്കെ അല്ലേ. HYV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HYV സീഡ്സിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും എഴുതാം, ഹൈ yielding വെറൈറ്റീസ്. ഹൈ yielding വെറൈറ്റീസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥനാണ്. ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 to 80 ആണ്. HYV സീഡ്സിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ yielding വെറൈറ്റീസ് ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അത് സെറ്റാണ്. പിന്നെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രീൻ റവല്യൂഷൻ കിടക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലടാ, ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ എക്കണോമി. അടുത്ത ചോദ്യമാണ്, ഇന്ത്യ ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. ഏതാ? നമുക്കറിയാം മിക്സഡ് ഇക്കണോമിയാണ് ഇന്ത്യ ചൂസ് ചെയ്തിട്ടുള്ള. ഏതാ? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആണ്. നെക്സ്റ്റ്, ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഓൺ. ഇങ്ങനെയും ചോദിക്കാം, വർഷം അല്ലാതെ നമുക്കൊന്ന് ബുദ്ധിമുട്ടാക്കി ചോദിച്ചു. 1950 നമുക്കറിയാം, 1950 അതിന് മാർച്ച് 1 ജനുവരി 1 ഏപ്രിൽ 1 നമുക്കറിയില്ല. അപ്പോൾ വർഷം നോക്കുക, ഡേറ്റ് നോക്കുക, 1950 മാർച്ച് 15. ഇങ്ങനെയും കൺഫ്യൂഷൻ ആക്കാൻ തരും. ദെൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ദ എക്കണോമിക് റിഫോംസ്. ഇന്ത്യ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ NEP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം, ന്യൂ എക്കണോമിക് പോളിസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം 1991 ആണ്. NEP അല്ലേ, അത് നമുക്കറിയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ദ എസ്റ്റിമേറ്റഡ് മിനിമം കലോറി ഇൻടേക്ക് ടു എ റൂറൽ പേഴ്സൺ. ഒരു റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്ക് മിനിമം ഒരു ദിവസം കിട്ടേണ്ട കലോറി ഇൻടേക്ക് എത്ര കലോറിയാണ് ഇതിൽ പറയുന്നത്? 2400 കലോറിയാണ്. പഠിച്ചു വെക്കുക, ഓർമ്മയിൽ കിട്ടണം. 2400. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റും ചോദിക്കാം. Complete the following statement. Inflation is a situation of general price level is increasing or decreasing. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം എന്നാണ്. പണത്തിന്റെ വാല്യൂ, മൂല്യം കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നലെ 50 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഒരു പെന്ന്, അല്ല സോറി, ഒരു നോട്ട്ബുക്ക് എന്ന് വിചാരിക്കുക. ഇന്ന് ആ നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് എന്താ? 60 അല്ലെങ്കിൽ 70 രൂപയാവാം. അപ്പോൾ സാധനം എന്താണ്? സെയിം തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കിട്ടിയിരിക്കുന്ന സാധനം എന്താ? ഇന്നലെ ആ 50 രൂപയ്ക്ക് കിട്ടിയ സാധനമാണ് ഇന്ന് എത്ര രൂപയ്ക്ക് കിട്ടാൻ പോണത്? 70 രൂപയ്ക്ക് കിട്ടാൻ പോണത്. സോ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇൻക്രീസ് ആണ്. വിച്ച് among the following is related to health sector? ഹെൽത്ത് സെക്ടർ. താഴെ തന്നിരിക്കുന്നതിൽ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം UGC ആണോ? അത് എഡ്യൂക്കേഷൻ ആണല്ലേ. NCERT ആണോ? അത് എഡ്യൂക്കേഷൻ ആണല്ലേ. AICTE ആണോ? അതും എഡ്യൂക്കേഷൻ ആണ്. 3 സെക്ടറാണ്. ഒന്ന് UGയിൽ വന്നിട്ടുണ്ട്, UGC ആണ് ഇത്. UGC. NCERT ആണെങ്കിൽ നമുക്ക് +2 വരെയുള്ള കാര്യങ്ങളാണ്. AITC ആണെങ്കിൽ ഇത് എന്താണ്? എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ വരും. അപ്പോൾ ICMR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അല്ലേ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റിമേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ? അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു NSSO, നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ അല്ലേ. നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. NSSOന്റെ ഫുള്ള് നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ. ദെൻ ഫൈൻഡ് ഔട്ട് ദ കൺവെൻഷണൽ എനർജി. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കൺവെൻഷണൽ എനർജി, പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എനർജി ഏതാണെന്ന് ചോദിച്ചാൽ, വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഏതാ? ബയോഗ്യാസ് ആണോ? വിൻഡ് എനർജി ആണോ? പെട്രോളിയം ആണോ? സോളാർ എനർജി ആണോ? കൺവെൻഷനലാണ് ചോദിച്ചിട്ടുള്ളടാ, ഞാൻ നോൺ കൺവെൻഷനൽ ആണ് വിചാരിച്ചു. ഓക്കെ, സോറി. കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എനർജി. താഴെ തന്നിരിക്കുന്നവയിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത എനർജി ഏതാ? പെട്രോളിയം അല്ലേ. അപ്പോൾ അതാണ് കൺവെൻഷണൽ എനർജി. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാ, റിന്യൂവബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചോടത്തൊന്നും മാറിയതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? പെട്രോളിയം ആണ്. ഓക്കെടാ, സോറി. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ ഈ സൈൻഡ് എന്നാ ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളത്? ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളതാണ് 1997. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ, ദെൻ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇൻ വിച്ച് ഇയർ ചൈന അനൗൺസ്ഡ് ഇറ്റ്സ് 5-year പ്ലാൻ? ചൈന 5-year പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം ഏതാ? 1953. നമ്മൾ 51 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു.
തെറ്റല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ ചാപ്റ്ററിൽ കുറച്ച് ഇയർ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ചാപ്റ്റർ അതിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ 1 മാർക്കിൽ ഏകദേശം നമ്മൾ കവർ ചെയ്ത് പോന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഓക്കെ അല്ലേ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഡിഫൈൻ എക്കണോമിക് പ്ലാനിങ്. താഴെ അതായത് എക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 വരിയിൽ എഴുതിയാൽ മതി. എക്കണോമിക് പ്ലാനിങ് മീൻസ് യൂട്ടിലൈസേഷൻ ഓഫ് കൺട്രീസ് റിസോഴ്സസ് ഇൻ ടു ഡിഫറെൻറ്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. നമ്മുടെ രാജ്യത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, ധാരാളം റിസോഴ്സസ് ഉണ്ട്. അതിനെന്താണ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ കൊടുക്കണം. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വേണം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ. ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ് അല്ലേ? രാജ്യത്തിന്റെ മുൻഗണന എന്തൊക്കെയാണോ അതിൽ വേണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് ചെയ്യാണ് എത്രയൊക്കെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി. എന്തിനാ? നമ്മളുടെ ഡെവലപ്മെന്റ്. അഗ്രികൾച്ചർ സെക്ടറിന് എത്ര വർഷം കൊണ്ടുവന്നു? 5 വർഷത്തിൽ അഗ്രികൾച്ചർ സെക്ടറിന് ഇനി ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള രീതിയിൽ പോകണം എന്ന് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യാണ് അല്ലേ? അതാണ് എന്ത് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മീനിങ് ഓക്കെ അല്ലേ? 2 മാർക്കിന് ഈ 2 വരി എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്? ഞാൻ ഇന്നലെ പറഞ്ഞു ജെംസിലെ ഗ്രോത്ത്, പിന്നെ ഇക്വിറ്റി, മോഡേണൈസേഷൻ, ദെൻ സെൽഫ് റിലയൻസ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ GDP വരുന്ന വളർച്ച നമുക്കറിയാം, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ 2 മാർക്കിന്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാവപ്പെട്ടവൻ പണക്കാരനെന്നുള്ള ആന്തരം കുറയ്ക്കുക, ഈക്വൽ റൈറ്റ്സ് ഫോർ എവറി പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്, പിന്നെ വുമൺ എംപവർമെന്റ് ആണ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വരും. ദെൻ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. ഇനി എന്താ പോവർട്ടി ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോവർട്ടി ലൈൻ ഈസ് എ മിനിമം ലെവൽ ഓഫ് ഇൻകം റിക്വയർഡ് ടു മീറ്റ് ബേസിക് നെസസിറ്റി ലൈക്ക് ഫുഡ്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ അല്ല, ഭക്ഷണം കഴിക്കാനുള്ള പറ്റണില്ല എന്ന് വിചാരിക്കുക, അത്. പിന്നെ വസ്ത്രം, നമുക്കറിയാം പാർപ്പിടം, വസ്ത്രം, ആഹാരം, ഇതാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മെഷർ ചെയ്യുന്ന ലൈൻ ഉണ്ട്, ഒരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ട് അല്ലേ? ആ കട്ട് ഓഫ് പോയിന്റിനെ പറയുന്ന പേരാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പോവർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പോവർട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവർട്ടിയിൽ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ അല്ലടാ? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഷോർട്ട് ക്വസ്റ്റൻ അല്ല, ലോങ് ക്വസ്റ്റൻ ആകുമ്പോൾ ടൈപ്സ് ഓഫ് പോവർട്ടി ഞാൻ പറഞ്ഞുതരും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നലെ പറഞ്ഞാണ്, അതായത് ഗ്രാഫ് വരച്ചിട്ടില്ലേന്നോ? യൂഷ്വലി പുവർ, ഒക്കേഷണലി പുവർ, ചേണിങ് പുവർ ആൻഡ് നെവർ പുവർ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞു, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കളെ. ഓക്കെ അതിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓർഗാനിക് ഫാമിംഗ്. ഇത് 3 മാർക്ക് നമ്മളോട് ചോദിക്കാം. ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് നമ്മളോട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗാനിക് ഫാമിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഫാമിംഗ് ദാറ്റ് അവോയ്ഡ് ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് ആൻഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, GMOs ആണ്, ഇൻസ്റ്റഡ് ഓർ ലൈസ് നാച്ചുറൽ ടെക്നിക് ലൈക്ക് ക്രോപ്പ് റൊട്ടേഷൻ, composting, biopest control and organic nature to maintain soil fertility and ecological balance. നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതണമെന്നില്ല, നിങ്ങൾ എങ്ങനെ എഴുതാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള രീതിയിലുള്ള ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ അല്ലെ, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള എന്താ പറയുക പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികൾ, വളങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാതെ ഇത്തരത്തിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയും. അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല? സിന്തറ്റിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നില്ല, പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നില്ല. പിന്നെന്താണ്? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമ്മൾ ചില സമയത്തെ നമ്മുടെ വീടിൻ്റെ ഒക്കെ ബാക്കിൽ പോയിട്ട് ഒരു കമ്പോസ്റ്റിലെ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടില്ല നിങ്ങൾ? അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യും, നമ്മുടെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും, പിന്നെ അത് വളമായിട്ട് മാറും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? കൃഷി ചെയ്യുന്നു. അതൊക്കെയാണ് എന്ത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? സസ്റ്റൈനബിലിറ്റി, അതായത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഭാവിയെ കൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹെൽത്തിയർ ഫുഡ് പ്രൊട്ടക്ഷൻ അല്ലെ, പ്രൊഡക്ഷൻ, നല്ല രീതിയിലുള്ള ആഹാര മേഖലയെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതും കൂടി നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ WTO കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ WTO ഈസ് എ സക്സസർ ഓഫ് GATT എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ GATT വന്നിട്ടുള്ളത് 1995 GATT വന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി നമുക്ക് പഠിക്കാനുള്ളത് WTO ആണ്. WTO ഫുൾ ഫോം ഒക്കെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാണ് അല്ലേ, വ്യാപാര മേഖലയെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് ഒറ്റ അഗ്രിമെന്റ് എന്ന രീതിയിലാണ് WTO വന്നിട്ടുള്ളത്. സ്റ്റാർട്ടഡ് ഇൻ 95 ദ സക്സസർ ഓഫ് ഗാട്ട്. ഇന്ത്യ ഈസ് എ മെമ്പർ കൺട്രി ഓഫ് റിമൂവൽ ബാരിയേഴ്സ് ഓൺ ട്രേഡ് അല്ലേ. പിന്നെന്താണ് പ്രധാന പങ്ക് വഹിക്കേണ്ട ആര്, ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ട്രേഡ് ബാരിയേഴ്സ് ഉണ്ട്, വ്യാപാരത്തിൽ വരുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് WTOയിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതൊന്നും അവിടെ വരുന്നില്ല. ട്രേഡ് അവിടെ എന്താ പറയുക വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ആണ്, അവിടെ എല്ലാ ഓർഗനൈസേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. അവിടെ ഒരു ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇറ്റ് റെഗുലേറ്റ് ദ ഗ്ലോബൽ ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഗ്ലോബൽ ട്രേഡ് ഉണ്ട്, ആഗോള വ്യാപാരമുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ WTOയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ആദ്യത്തെ വരെ എഴുതിയൊക്കെ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് റെഗുലേറ്റ് ദ ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്, ഗ്ലോബൽ ട്രേഡ് ബിറ്റ്വീൻ ദ നേഷൻസ്. എസ്റ്റാബ്ലിഷ് ഇൻ 1995, 1995 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്, ടു പ്രൊമോട്ട് ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് ബൈ ക്രിയേറ്റിംഗ് ട്രേഡ് അഗ്രിമെന്റ്സ് അല്ലേ. ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ്, നീതി പുലർത്തുന്നതും പിന്നെന്താണ് സൗജന്യപരമായിട്ടുള്ള ട്രേഡ് എന്താണ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ. ദ WTO ഹെൽപ്പ് ടു എൻഷുർ സ്മൂത്ത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് വേൾഡ് വൈഡ്. ഓക്കെ അല്ലേ. ആ സെന്റൻസ് കൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ 2-3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ലിസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഞാൻ ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. സസ്റ്റെയിൻ ലൈഫിലെ നമുക്ക് വേണ്ടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും എവിടെ കിട്ടുന്നുണ്ട്, ഭൂമിയിൽ കിട്ടുന്നുണ്ട്. നമുക്കറിയാം അസ്റ്റിമുലേറ്റ് വേസ്റ്റ് എന്താണ് കൃത്യമായിട്ടുണ്ട്. അസ്റ്റിമുലേറ്റ് വേസ്റ്റ് അതായത് ഞാൻ പറഞ്ഞു ഭൂമിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ കഴിവ് മൂലം ആ എന്താ പറയാ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്താണ് മണ്ണിൽ അലിഞ്ഞു പോയിട്ട് വീണ്ടും അതെന്താണ് റീയൂസബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക, അതാണ് അസിമുലേറ്റ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നലത്തെ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. ആ ചാപ്റ്ററിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റിന്റെ മീനിങ്ങും 3 ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ 3 മാത്രം എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പൊ ഗ്രീൻ റെവല്യൂഷന്റെ ബെനിഫിറ്റ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആവാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് എഴുതണം, ആൻസർ എന്ന് കൊടുത്തിട്ട് ഗ്രീൻ റെവല്യൂഷൻ എഴുതുക. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ എന്താ പറയാ ആഫ്റ്റർ 1990 അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ചാപ്റ്റർ പറയണ്ടല്ലോ 1950 to 1990 അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1960 ബൈ ആരാണ്, MS സ്വാമിനാഥൻ. ദ ഡ്യൂറേഷൻ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 1960 to 1980 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്താണ് എന്നിട്ട് ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ പോയിന്റ്സിൽ നമുക്ക് എന്താണ് മെയിൻലി ഇതെന്താണ് അതിന്റെ എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കാർഷിക മേഖലയിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസിൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം എഴുതണം. MS സ്വാമിനാഥനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഗോതമ്പിലും നെല്ലിലും തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കൃഷി രീതികളിലും മെച്ചപ്പെട്ട പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാനേ ഇന്ത്യ ബിക്കം സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ അല്ലേ. ഇന്ത്യ അതായത് ഫുഡ് ഗ്രെയിൻസിൽ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സെൽഫ് സഫിഷ്യൻസി സ്വയം പര്യാപ്തത കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എയിം, ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. പിന്നെ ഇൻക്രീസ്ഡ് മാർക്കറ്റ് സർപ്ലസ്, കർഷകർക്ക് അവരുടെ സാധനങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വരുമാനം കിട്ടി. ദെൻ അവരുടെ സർപ്ലസ് ആയി മെച്ചം വന്നു. ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ക്രോപ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മളെന്താണ് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ കൂടി നമുക്കുള്ള ഔട്ട്പുട്ട് കൂടുകയാണ് അല്ലേ, നമ്മുടെ പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇത് ബെനിഫിറ്റ് ആണ്. ദെൻ India's agriculture sector was stagnant during the colonial period. Do you agree? Substantiate your answer എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Substantiate your answer എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യസ് അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ്, ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നു. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദി
ലാൻഡ് സിസ്റ്റം അല്ലേ. എന്നിട്ട് എന്ത് എഴുതുക, ജമീന്ദാർ സിസ്റ്റം കൊടുക്കുക. ഓരോ പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ ജമീന്ദാർ സിസ്റ്റം. അപ്പോൾ ജമീന്ദാർ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ നമ്മുടെ ബ്രിട്ടീഷുകാർ ജമീന്ദാർക്ക് ഭൂമിയിൽ മേൽ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുകയും നികുതി അവർ കളക്ട് ചെയ്ത് കൃത്യസമയത്ത് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ജമീന്ദാരുടെ ഈ അവകാശം ബ്രിട്ടീഷുകാർ ക്യാൻസൽ ചെയ്യും. പിന്നെ ജമീന്ദാർ കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടില്ല, ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊവൈഡ് കൊടുത്തിട്ടില്ല, അവർക്ക് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ല, പെസ്റ്റിസൈഡ്സിന്റെ അഭാവം, പിന്നെ കർഷകരുടെ കയ്യിലാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇല്ല, പിന്നെ ഫുഡ് ക്രോപ്സിൽ നിന്ന് അവർക്ക് ക്യാഷ് ക്രോപ്സിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. ഈ പോയിന്റ്സ് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷോർട്ടായിട്ട് എഴുതി വയ്ക്കാം, മലയാളത്തിൽ എഴുതി വെച്ചായിട്ട് നിങ്ങൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, ദ ഫോളോയിങ് ടേബിൾ ഷോ ദ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. താഴെ തന്നിരിക്കുന്ന റേഷ്യോയിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ആ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ പ്രകാരം അതൊന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് അത് അനലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നോക്കാം, മെൻ തന്നിട്ടുണ്ട്, വുമൺ തന്നിട്ടുണ്ട്, അത് എവിടെ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്, റൂറൽ മേഖലയിൽ തന്നിട്ടുണ്ട്, അർബൻ മേഖലയിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഈ 2 കോളം എടുത്തിട്ട് 2-3 പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ നോക്കട്ടെ, അർബൻ മെൻ ആർ ഹയർ ദാൻ വുമൺ. ശരിയല്ലേ, അർബൻ മെൻ എന്ന് പറയുന്നത് വുമണിനെക്കാട്ടിലും കൂടുതൽ അവിടെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിൽ അവർക്ക് വരുന്നുണ്ട്. അതേപോലെ റൂറലിന്റെ എഴുതി വെക്കാം, നിങ്ങൾക്ക് 1-2 പോയിന്റ് എഴുതി വെക്കാം. ദെൻ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ടോട്ടൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അടുത്തൊരു പോയിന്റ് ആണെങ്കിൽ ടോട്ടൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ചിത്രം എന്നിട്ട് എഴുതാൻ തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സിമ്പിൾ ആണ്, ഏതറിയാത്തവനും കിട്ടും. ദെൻ why was it necessary for developing country like India to follow self reliance as planning objective? എന്താ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവിൽ സെൽഫ് റിലയൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് കമ്മീഷന്റെ 5 ഇയർ പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ നമ്മൾ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നുണ്ട്. അത് കൺട്രിയുടെ ഡെവലപ്മെന്റിന് നെസസിറ്റി ആണോ, അനിവാര്യമാണോ എന്ന് പറയുന്നതിനുള്ള റീസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതിയിലും നമ്മൾ സെൽഫ് റിലയൻസിന് അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായി വരണം, എന്നാലേ നമുക്ക് GDP ഇൻക്രീസ് ചെയ്യുള്ളൂ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുള്ളൂ, എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രൊഡക്ഷൻ ഇപ്പോൾ വളരെ കുറവാണ്, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒന്നിനും ആശ്രയിക്കുന്നില്ല, നമ്മൾ ഫുൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ GDP ഇൻക്രീസ് ചെയ്യോ? ഇല്ല, നമ്മൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ വരും ഡൊമസ്റ്റിക്കിൽ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ. അപ്പൊ എന്താണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഡൊമസ്റ്റിക്കിൽ തന്നെ പ്രൊഡക്ഷൻ കൂട്ടണം, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കണം. അതാണ് ഇവിടെ പറയുന്നത്. മീൻസ് അവേർട്ടിങ് ഇമ്പോർട്ട് ഓഫ് ദീസ് ഗുഡ്സ് വിച്ച് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. അവേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുകയാണ്, എന്ത്, ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒഴിവാക്കിയിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് കൺട്രിയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തണം, ഇന്ത്യ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വെൻ ഇന്ത്യ ബിക്കം സെൽഫ് റിലയൻറ്റ് വി ക്യാൻ സേ ഫോറിൻ എക്സ്ചേഞ്ച് ക്യാൻ പ്രൊമോട്ട് എക്സ്പോർട്ട്. അതായത് നമുക്ക് എന്താണ്, എക്സ്പോർട്ടിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. ഇമ്പോർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് അല്ലേ. അപ്പൊ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഫോറിൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? 2 മാർക്കിനും ചോദിക്കാം, 3 മാർക്കിനും ചോദിക്കാം. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, വിദേശത്തുള്ള ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലുള്ള ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇവിടെയാണ് ബിസിനസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ FDI ഇൻക്രീസ് ചെയ്യും, നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇൻക്രീസ് ചെയ്യും. ഈ റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി അണ്ടർടേക്കൺ ബൈ ഫോറിൻ കമ്പനീസ് അല്ലേ. അവർ നേരിട്ട് ഫോറിൻ കമ്പനീസ് തന്നെ ആവും, ആ ഫോറിൻ കമ്പനീസ് നേരിട്ട് നമ്മുടെ ഹോം കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നാഷണൽ ഇൻ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി എങ്കിൽ അതിനെ എന്തെന്ന് പറയും? FDI എന്ന് പറയും. സെറ്റ് അല്ലേ. ഗിവൺ ബിലോ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. താഴെ കുറച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു ഡോക്ടർ ചെയ്യണ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരുടാ? ടെറിഷറിയിലല്ലേ വരുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഇവിടെ അഗ്രികൾച്ചർ ഏതാ വരിക? പ്രൈമറിയിൽ വരും. മൈനിങ് വരുന്ന ഏതാടാ? പ്രൈമറിയിൽ വരും. മാനുഫാക്ചറിങ് വരികയാണെങ്കിൽ സെക്കൻഡറിയിൽ വരും. ഇലക്ട്രിക്, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ ഇതൊക്കെ വരികയാണെങ്കിൽ ടെറിഷറിയിൽ വരും. ട്രേഡ് എന്താണ്? ടെറിഷറിയിൽ വരും. ട്രാൻസ്പോർട്ട് ടെറിഷറിയിൽ വരും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എയും ബിയും തന്നിട്ടുണ്ട് അല്ലേ. എ തന്നിട്ടുണ്ട്, പ്രൈമറി സെക്ടർ, ബി തന്നിട്ടുണ്ട്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിൽ ഒന്ന് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി സെക്ടറിൽ ഫാർമർ വരും. സെക്കൻഡറി സെക്ടറിൽ ആര് വരും? സെക്കൻഡറി സെക്ടറിൽ വെൽഡർ ഇൻ എ ഫാക്ടറിയിൽ വരും. അത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആണല്ലോ. ടെറിഷറിയിൽ വരുമ്പോൾ സ്കൂൾ ടീച്ചർ വരും. സെറ്റ് അല്ലേ.
ഓക്കെയാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കൊമേഴ്ഷ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി. താഴെ തന്നിരിക്കുന്ന എനർജി റിസോഴ്സിനെ കൊമേഴ്ഷ്യൽ എനർജി, വാണിജ്യ എനർജി എന്നും വാണിജ്യേതര എനർജി എന്നും തരംതിരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? കോള്, പെട്രോളിയം, അഗ്രികൾച്ചർ വേസ്റ്റ്, ഡ്രൈ ആനിമൽ ഡാങ്ക്, ട്വിൻ ട്രീസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ആൻസർ നമുക്ക് നോക്കാം. എന്താ വരുന്നത്? കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയിൽ ഏതൊക്കെ വരുന്നത്? കോള് വരും, പെട്രോളിയം വരും, ഇലക്ട്രിസിറ്റി വരും. ഓക്കെ അല്ലേ? അതാണ് കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി. വാണിജ്യപരമായിട്ട് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കൽക്കരി അല്ലേ, ദെൻ കോള് അല്ല കൽക്കരി കോള്, ഇപ്പോൾ ട്രെയിനിലൊക്കെ കോള ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ. ഓക്കെ, പെട്രോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദെൻ നോൺ കൊമേഴ്ഷ്യലിൽ വരുവാണെങ്കിൽ അത് ഫയർവുഡ് വരും, അഗ്രികൾച്ചർ വേസ്റ്റ് വരും, ഡ്രൈഡ് ഡങ്ക് വരും. വീട്ടിലൊക്കെ നമുക്കറിയാം വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ അല്ലേ. ഇനി നമുക്കറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1956. ഓക്കെ അല്ലേ? അപ്പോൾ പറയണ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ മാരത്തൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ. അപ്പോൾ അതും ഇതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്സിൻ്റെ എക്സാം സിമ്പിൾ ആവും വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചാപ്റ്റർ മൊത്തം A to Z മൊത്തം പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാത്ത ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യത്തിൽ നമുക്ക് ഓർത്ത് വെക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമുക്ക് എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. ഗീവ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. അതായത് IPR ഉണ്ട്, IPR 1956 അല്ലേ. IPR ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR 1956 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? IPR കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ റാപ്പിഡ് ഗ്രോത്ത് പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് IPR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് റിഡക്ഷൻ ഇൻ ഇനീക്വാളിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇനീക്വാളിറ്റി, ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇനീക്വാളിറ്റീസ്, ആ വിവേചനങ്ങൾ കുറയ്ക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. പിന്നെ ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ അല്ലേ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഡെവലപ്മെന്റിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ പോയിന്റ്സാ. ഞാൻ 3 കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ 3 മാർക്കിന് 3 പോയിന്റ്, 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് കുറച്ചുകൂടി പോയിന്റ്സ് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി 4 മാർക്കിൽ നമുക്ക് നോക്കാം. 4 മാർക്ക് നോക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് അളക്കുന്നതിൽ GDP നല്ലൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്. എന്താ യോജിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, എ സ്റ്റഡി ഇൻക്രീസ് ഇൻ എ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കൺസിഡേർഡ് ടു ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അതെ, നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെന്റൻസിന്റെ അടുത്ത് എഴുതിയേക്കുക യെസ് ഐ അഗ്രീഡ് എന്ന് പറഞ്ഞിട്ട്. ദെൻ the gross domestic product is the market value of all goods and services produced in the country during a year. അതിൻ്റെ GDPയുടെ മീനിങ് ആണ്. ഓൾ GDP എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് വാല്യൂ ഓഫ് മാർക്കറ്റ് അല്ല മോണിറ്ററി വാല്യൂ, മാർക്കറ്റ് ഓർ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിത്തിൻ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു രാജ്യത്തിൽ അല്ലേ. അത് ആണ് GDP എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് GDP is more, GDPയുടെ വാല്യൂ വർദ്ധിക്കുകയാണെന്ന് വിചാരിക്കുക. GDPയുടെ വാല്യൂ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് എമംഗ് ദ നമ്പർ ഓഫ് പീപ്പിൾസ്. അതിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെ കിട്ടും? കുറേ ആളുകൾക്ക് കിട്ടും. ഇപ്പൊ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഇൻഡിവിജ്വലിനെയും വരുമാനം വർദ്ധിച്ചു എന്നാണ്. ഓരോ ഇൻഡിവിജ്വൽ, എല്ലാവർക്കും എന്നല്ല, അതായത് മൊത്തത്തിൽ കോമൺ ആയിട്ട് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം അല്ലേ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം സെയിൽ ചെയ്ത് പോകണം മാർക്കറ്റിൽ. അങ്ങനെ സെയിൽ ചെയ്ത് പോയാലല്ലേ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി പോയിട്ടില്ല എന്ന് വിചാരിക്കുക, പ്രൊഡക്ഷൻ കുറവാണ്, പിന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, സെയിൽസ് ഇല്ല, സാധനം കെട്ടിക്കിടക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് വരും, അപ്പോൾ മാർക്കറ്റിൽ പണം ഉണ്ടാവില്ല, അപ്പോൾ GDP കുറയും. ഇപ്പോൾ GDP കൂടുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻകം അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലടാ? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ GDP ഒരു ഗുഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ നമുക്ക് പറ്റും. ദെൻ ഗ്രീൻ റെവല്യൂഷൻ. എന്താ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാസ് ഇംപ്ലിമെന്റഡ്, ഹൗ ഡിഡ് ദ ബെനിഫിറ്റ് ദ ഫാർമേഴ്സ്. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ ബ്രീഫ് അല്ലേ. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ എന്താ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. MS സ്വാമിനാഥൻ 1960 to 80 കൊണ്ടുവന്നിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ ചേഞ്ചസ് ആണ് ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം.
എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാം. കർഷകർക്ക് കുറഞ്ഞ എന്താ പറയുക ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, പെസ്റ്റിസൈഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഹൈ yielding വെറൈറ്റീസ്, ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതൊക്കെ എവിടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും? ഇതിൽ എഴുതി വയ്ക്കാൻ പറ്റും. ദെൻ ബെനിഫിറ്റ് ഓഫ് ഫാർമേഴ്സ് ഉണ്ട് അല്ലേ? ഫാർമേഴ്സിന് വന്നിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അവരുടെ പ്രൊഡക്ഷൻ കൂടി, അവർക്ക് മാർക്കറ്റ് സർപ്ലസ് വന്നു, അവർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അവർക്ക് തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ സാധിച്ചു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് തൊട്ട് മുന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒബ്ജക്റ്റീവ്സ് ഞാൻ ഇന്നലത്തെ ലൈവിൽ നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു? ഇന്ത്യൻ എക്കണോമി 1950 to 1990 ആ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റിൽ ഗ്രീൻ റെവല്യൂഷൻ എടുത്ത് നോക്കുക. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ആൻസർ അതിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാതിരുന്നത്. ഡു വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി? നമുക്കറിയാം താഴെ തന്നിരിക്കുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തൊഴിലില്ലാത്തൊരവസ്ഥയാണ് അല്ലേ? തൊഴിലില്ല, പക്ഷേ ആ തൊഴിലിന് വേണ്ടിയിട്ട് അവർ യോഗ്യരാണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ അവർ ജോബ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ജോബ് കിട്ടുന്നില്ല. അതിനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതുക, ഹെഡിങ് കൊടുക്കുക, മീനിങ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അല്ലേ? അൺഎംപ്ലോയ്മെന്റിന്റെ മീനിങ് ഹെഡിങ് കൊടുത്തിട്ട് ഈ പറഞ്ഞ സാധനം എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതുക ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിന്റെ മീനിങ് എന്താ? സെയിം ആസ് അൺഎംപ്ലോയ്മെന്റിന്റെ മീനിങ് നിങ്ങൾ എഴുതിയാൽ മതി. അതായത് ജോലി ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ അതിന് പ്രാപ്തരാണ്, പക്ഷേ അവർ ജോബ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ അല്ലേ? ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഇത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അൺഎംപ്ലോയ്മെന്റ് ഞാൻ പറഞ്ഞു, ഒരു ജോലി ചെയ്യാൻ അവിടെ നിലവിലുള്ളതിനേക്കാൾ ആളുകൾ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും കിട്ടാനില്ല. സീസണൽ ഞാൻ പറഞ്ഞു, ഓരോ സ്പെസിഫിക് സീസൺ അനുസരിച്ചിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ഡെവലപ്മെന്റ് ഒക്കെ വരികയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ടെക്നോളജിയിലൊക്കെ പോയിട്ട് അഡ്വാൻസ്മെന്റ് വരുമ്പോൾ അവിടെ എന്തായി? അൺഎംപ്ലോയ്മെന്റ് വന്നേക്കാം. നെക്സ്റ്റ്, ബ്രീഫ്ലി അബൌട്ട് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതിക്കൂടെ നിങ്ങൾക്ക്? എന്താ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്? ഇത് ഏത് ചാപ്റ്ററിൽ വരുന്നതാണ്? നമുക്കറിയാം ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് വരുന്നതാണ്. GLF അല്ലെ? GLF നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GLF എന്താണ്? ചൈനയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ അതിനെ കൊണ്ടുവരണം അല്ലെ? ചൈന കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാതിൽ പിന്നാമ്പുറത്ത് എന്തായിരുന്നു ഒരു, അല്ലെങ്കിൽ എന്താ പറയാ, ബാക്ക് യാർഡിൽ എന്ത് വേണം? ഇൻഡസ്ട്രി വേണം. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പറയുന്നത്, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് GLF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ GLF എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? എന്തുവാണ്? ചൈന ഇൻഡസ്ട്രിയലൈസേഷൻ. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലത്തെ ആ നോട്ട് എടുത്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ അല്ലേ ഇത് വരുന്നുള്ളൂ. ഇനി ഇല്ല കിട്ടിയിട്ടില്ലെങ്കിൽ ചൈനയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് GLF എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളോട് എഴുതി വെക്കുക. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യം. ദെൻ ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ സേവനം എല്ലാ ഇടങ്ങളിലേക്ക് എത്തിയിട്ട് അവിടെ മൊത്തത്തിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് മാവോ സേതു ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റല്ലേ? ക്ലിയർ അല്ലേ? 60 to 76 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഇതും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇതത്ര ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമുക്കിത് പ്രതീക്ഷിക്കാം. Then discuss the following as the source of human capital. താഴെ തന്നിരിക്കുന്നതിൽ ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ഹിന്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതൊന്ന് ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. എഡ്യൂക്കേഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, എഴുതാനും വായിക്കാനും അറിയണം, നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാലേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവുള്ളൂ. ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ദെൻ ഇൻകം കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദെൻ ഹെൽത്ത് എങ്ങനെയാണ് വരുന്നത്? അതായത് നമുക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഇല്ലെങ്കിൽ നടക്കുമോ? ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഫുഡ് കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം, പിന്നെന്താണ്? സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കിട്ടിയിരിക്കണം. പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കിൽഡ് ആയിട്ടുള്ള ലേബർ. നമ്മളൊരു നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം നല്ല രീതിയിൽ
കൃത്യമായിട്ടുള്ള വാക്സിൻസ് ഒക്കെ കിട്ടി. നമുക്കറിയാം ഇപ്പോൾ പോളിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണല്ലോ. അപ്പോൾ ICMR പ്രകാരം ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആണ് ഹെൽത്ത് സെക്ടറിൽ നമ്മൾ എന്തൊരു മാറ്റം വരുന്നത്, ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഉണ്ടായാലേ സ്കിൽഡ് ആയിട്ട് നമ്മൾ ലേബേഴ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ ഹെൽത്ത് വേണം. ദെൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഹൈലൈറ്റ് ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിറ്ററസി അല്ലേ, ലിറ്ററസി എന്ന് പറയുന്നത് 17%. അതിൽ ഫീമെയിലിൻ്റെ എന്ന് പറയുന്നത് 6%. നമ്മളുടെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 32 years. പിന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പെട്ടെന്ന് എഴുതി പോയതാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി 238/1000. ഈ ഒരു കോളം നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്താണ്, ബർത്ത് റേറ്റ് കൂടുതലാണ്. ഇല്ലെങ്കിൽ എന്താ ചെയ്താൽ കൊളോണിയൽ പീരീഡിൽ നമ്മളുടെ ലോ ഡെത്ത് റേറ്റ്, ലോ ലൈഫ് എക്സ്പെക്റ്റൻസി, ലോ ലിറ്ററസി, പോവർട്ടി എക്സെട്ര എന്നൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്. ഈ കോളം നിങ്ങൾ എഴുതി വെച്ചാലും മതി. അപ്പോൾ ലിറ്ററസി എന്ന് പറയുന്നത് ഇത്ര % ആയിരുന്നു. അതിൽ ഫീമെയിൽസ് എന്ന് പറയുന്നത് പകുതിയോളം കുറവായിരുന്നു. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് അതും കുറവായിരുന്നു. അല്ലാതെ ഇതൊന്നും നിങ്ങൾ എഴുതണ്ട. അവിടെ ബർത്ത് റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ ഡെത്ത് റേറ്റ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലായിരുന്നു. ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. ഏതെങ്കിലും 4 പോയിന്റ് ഉണ്ട്. ഈ പട്ടിക വരയ്ക്കുക. ആദ്യം ഈ കോളം വരയ്ക്കുക. എന്നിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആയിരുന്നു, ഇൻക്രീസ്ഡ് അല്ല 17%. അതിൽ വുമൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് അതിലും പകുതിയിലും കുറവായിരുന്നു. ഈ ഒരു കോളം ഉണ്ടെങ്കിൽ ഇത് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതി കൂടെ. സെറ്റ്. ഇനി എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോട്ട, HYV സീഡ്സ്, ലാൻഡ് റിഫോംസ്, പ്രൈം മിനിസ്റ്റർ. കോട്ട എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? കോട്ട എന്ത് തന്നെ? HYV സീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. സീഡ്സ് ഗിവിങ് ദ ലാർജ് ഔട്ട്പുട്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ നീതി ആയോഗിൽ വരും. ലാൻഡ് റിഫോംസ് പറയുമ്പോൾ എന്താണ്? കോട്ട വരുന്നുണ്ട്. ക്വാർട്ടർലി ഗുഡ്സ് ദാറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ്. ലാൻഡ് റിഫോംസ് വരുമ്പോൾ ഇംപ്രൂവ്മെന്റ്സ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ അല്ല, ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ, ഇതാണ് ആൻസർ വരുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാം മാച്ച് ദ ഫോളോയിങ്. ഗാട്ട് വന്നിട്ടുള്ളത് 1995 ഗാട്ട് വന്നിട്ട് 1995 അല്ലല്ലോ. ഗാട്ട് വന്നിട്ടുള്ളത് 1948 എക്കണോമിക് റിഫോംസ്, അതായത് ന്യൂ എക്കണോമിക് പോളിസീസ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1991 WTO ആണെങ്കിൽ 1995 അതൊക്കെ ആൻസർ ആണിത്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളാം. സെറ്റല്ലടാ? ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമ്മൾ വേഗം പറഞ്ഞു പോവാം. ഇതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേയും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇന്നലെ നമ്മൾ ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? കീപ് ഇൻ യുവർ ലൊക്കാലിറ്റി, സജസ്റ്റ് എനി 4 സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഇതിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ സ്ട്രാറ്റജീസ്, റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഈ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യം എന്ത് എഴുതുക? ആദ്യത്തെ വരി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ളത്. നമ്മളെ എല്ലാ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. എന്നാൽ ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അവർക്ക് കൂടി ഈ റിസോഴ്സസ് യൂസ് ചെയ്യുകയും വേണം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം എഴുതിയതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്ട്രാറ്റജീസ് എന്ന ഹെഡിങ് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ടേ നിങ്ങൾ എഴുതി തുടങ്ങുള്ളൂ. കാരണം ആൻസർ കൃത്യമായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് അറിയണം ആദ്യം, അല്ലേ? അപ്പൊ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സമയത്തിനനുസരിച്ച് വേണം എക്സാം എഴുതാം കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? ദെൻ അവിടെ ഒന്ന് യൂസ് ഓഫ് സോളാർ പവർ. ഒന്ന് സോളാർ പവർ കൊടുക്കാം. ദെൻ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ട്, അതിൽ കൺവെൻഷണൽ എനർജി ഉണ്ട്, അതിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എനർജീസ് യൂസ് ചെയ്യുക.
ദെൻ പ്രാക്ടീസ് ബയോ കമ്പോസ്റ്റിംഗ്. നമുക്ക് ബയോഗ്യാസ് അല്ലെങ്കിൽ ബയോ കമ്പോസ്റ്റിംഗ് ഉണ്ട്, നമ്മുടെ മണ്ണിര കമ്പോസ്റ്റുകൾ, അതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. ജനറേറ്റിംഗ് വിൻഡ് പവർ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജങ്ങൾ. പിന്നെ ബയോ പെസ്റ്റ് കൺട്രോൾ. ഇനി എന്താ പറയുക, ചെറു ജലവൈദ്യുത നിലയങ്ങളുണ്ടല്ലോ, തെർമൽ, മിനി ഹൈഡൽ പ്ലാന്റ്സ് ഇത് യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് അത് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ 5 മാർക്കിൽ അടുത്ത് നോക്കാം. ഔട്ട്സോഴ്സിങ് ഇന്ത്യക്ക് നല്ലതാണെന്നോ ചോദിച്ചിട്ടുള്ളത്. ഔട്ട്സോഴ്സിങ് നല്ല തന്നെയല്ലേ? ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ പുറം കരാർ ജോലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഔട്ട്സോഴ്സിങ് എന്തിന്റെ ഭാഗമായിട്ട് വന്നാണ്? ഗ്ലോബലൈസേഷന്റെ ഔട്ട്പുട്ട് ആണ് അല്ലേ? ഗ്ലോബലൈസേഷന്റെ ഔട്ട്പുട്ട് ആണ് ഒന്ന് ഔട്ട്സോഴ്സിങ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് എഴുതാം? ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. എന്നിട്ട് ഗ്ലോബലൈസേഷൻ്റെ ഔട്ട്പുട്ടിൽ ആര് കൂടി ഉണ്ട്? ഗ്ലോബലൈസേഷൻ്റെ ഔട്ട്പുട്ടിൽ ഔട്ട്സോഴ്സിങ് ഉണ്ട്, WTO ഉണ്ട്. അതാ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഔട്ട്സോഴ്സിങ് സെപ്പറേറ്റ് ഹെഡിങ് എഴുതുക. ഔട്ട്സോഴ്സിങ് എഴുതി കൊടുത്തിട്ട് ഔട്ട്സോഴ്സിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ദി ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഇനി ഔട്ട്സോഴ്സിങ്ങിൻ്റെ മീനിങ് എഴുതുക. ഔട്ട്സോഴ്സിങ് എ കമ്പനി ഹയർ റെഗുലർ സർവീസസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് മോസ്റ്റ്ലി ഫ്രം അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ടുള്ള സർവീസസ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള സേവനങ്ങൾ അമേരിക്ക ചൂസ് ചെയ്യുകയാണ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് തരും, അതിനുള്ള റിവാർഡ് നമുക്ക് തരും. എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസ് അവർക്ക് അക്വയർ ചെയ്യാൻ കഴിയുന്നു. സമയം, ചെലവ്, ഇതൊക്കെ ലാഭമാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഔട്ട്സോഴ്സിങ്ങുമായിട്ട് യോജിക്കുന്നു എന്ന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ ഔട്ട്സോഴ്സിങ്ങിനുള്ള 2 എക്സാമ്പിൾ കൊടുക്കുക. ലീഗൽ സർവീസ്, കമ്പ്യൂട്ടർ സർവീസസ്, റെക്കോർഡിങ്, എഡിറ്റിംഗ്, ടീച്ചിങ്, പിന്നെ എന്ത് പറയുന്നുണ്ട്, കോഡിങ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലടാ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതാ ആൻസർ ആണ് കേട്ടോ. Then explain the major source of human capital formation. Sources of capital formation ആ ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യമാണിത്. സോഴ്സസ് എന്തൊക്കെയാണ്? സോഴ്സസ് നമുക്കറിയാം. എഡ്യൂക്കേഷൻ റിസോഴ്സ് ആണ്, ഹെൽത്ത് റിസോഴ്സ് ആണ്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടാവണം, അതായത് എഴുതാനും വായിക്കാനും ഒരു പേഴ്സൺ അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ബെറ്റർ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് ഇൻകം കൂടുതൽ വരണം, അല്ലെങ്കിൽ അയാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഓക്കെ അല്ലേ? എഡ്യൂക്കേഷൻ കിട്ടണം. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ്, അയാൾക്ക് ഒരു പ്രത്യേക എന്താ പറയുക, ന്യൂട്രീഷൻ ഫുഡ് കിട്ടിയിരിക്കണം, അയാൾക്ക് എന്താ പറയുക സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ദെൻ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് എക്കണോമിയിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്ത് അയാളുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൂട്ടി നമ്മുടെ എക്കണോമിക്ക് വേണ്ടി അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമ്മുടെ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ്. ദെൻ മൈഗ്രേഷൻ, നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് അത് അഡോപ്റ്റ് ചെയ്ത് പോകുന്നു ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നാണ് വരുന്നത്. ദെൻ ഇൻഫർമേഷൻ ആണ് വരുന്നത്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖല എന്തൊക്കെയാണ് ഭാവിയിൽ വരാൻ പോകണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സ്പെൻഡ് ചെയ്യും. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ പ്രൈവറ്റൈസേഷൻ ഓഫ് ദി എക്കണോമി. എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ന്യൂ എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് റിഫോംസ് പ്രകാരം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള 3 രീതികളാണെന്ത്? LPG എന്ന് പറയുന്നത്. അതിൽ സ്ട്രക്ചറൽ റിഫോംസ് ഉണ്ട് അല്ലേ? സ്ട്രക്ചറൽ റിഫോംസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ത്? LPG എന്ന് പറയുന്നത്. സോ LPG ഈസ് എ പാർട്ട് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിഫോംസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? സ്ട്രക്ചറൽ റിഫോംസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ LPGയിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. ഓക്കെ അല്ലേ? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഓർഗനൈസേഷൻസ് അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് പിന്നീട് ആർക്കാണ് കൊടുക്കുന്നത്? പ്രൈവറ്റ് പാർട്ടീസിനാണ് കൊടുക്കുന്നത്. വിത്ത് റിവാർഡ് അല്ലെങ്കിൽ പണത്തിനാണ് ഇത് കൈമാറ്റം ചെയ്യുന്നത്. 2 രീതിയിലാണ് പ്രൈവറ്റൈസേഷൻ നടക്കുന്നത്. ഒന്നെന്താണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഒന്നെന്താണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി വരാനുള്ളതുണ്ടല്ലോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഷെയർസ് സാധാരണ പബ്ലിക്കിന് കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീനിങ് ഞാൻ പറഞ്ഞല്ലോ, ഇനി എക്സ്പ്ലെയിൻ ആവശ്യമുണ്ടോ? സിൻസ് ഇൻഡിപെൻഡൻസ് according top priority to public sector, but the desired result could not be achieved within the encouragement of public sector. Then മീനിങ് എന്താ ഇവിടെ പറയണം? മീനിങ് ഇത് കൊടുക്കുക. പ്രൈവറ്റൈസേഷൻ മീൻസ് റിമൂവിങ് ദ സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് മേക്കിംഗ് ദം ഫ്രീ ടേക്ക് നെസസറി ഡിസിഷൻസ്.
ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്താ പ്രൈവറ്റൈസേഷൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിലുണ്ട്. ഇന്നലെ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അതും ഇതും പഠിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതും അതും നിങ്ങൾക്ക് ചെറിയൊരു ക്രാഷ് ആയിട്ട് തോന്നും. പഠിച്ച കാര്യം മാത്രം പഠിച്ചാൽ മതി. ദെൻ 8 മാർക്കിൻ്റെ നമ്മൾ അവസാന പാർട്ടിലേക്ക് വരികയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കുറച്ച് സ്പീഡിലാണ് ഞാൻ പോന്നിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് എക്സാമിന് മുന്നേ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോവുക, കണ്ടു നോക്കുക. ദെൻ പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. ഗോൾസ് ഓഫ് 5-year പ്ലാൻസിനെ കുറിച്ച് ഒരു സെമിനാർ റിപ്പോർട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5-year പ്ലാൻസ് എന്താണെന്ന് വെച്ച് തുടങ്ങണം. അപ്പോൾ ആദ്യം എന്താ 5-year പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഒരു എക്കണോമിയിൽ എന്താണ് എക്കണോമിയുടെ റിസോഴ്സസിനെ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് 5-year പ്ലാനിങ് എന്ന് പറയുന്നത്. 5-year പ്ലാനിന്റെ ലക്ഷ്യം എന്തിനാണ്? എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് ഗോൾസ് ആണ്. അതിനുശേഷം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ്റെ സ്റ്റേജിന് ശേഷം 5-year പ്ലാൻസ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ആണ് ആദ്യം വന്നിട്ടുള്ളത്. സോ ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1950 March 15 ആണ്. അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഈസ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നെക്സ്റ്റ് അവസാനത്തെ പാർട്ടിൽ ആദ്യ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് എന്ന് പറയാം. എന്നിട്ട് ഒരു ആരോ മാർക്കൊക്കെ വരച്ചിട്ട് എന്ത് എഴുതുക, ഞാൻ പറഞ്ഞിട്ടുള്ള ജെംസ് ഉണ്ടല്ലോ, ജെംസ് അത് എഴുതുക. എന്നിട്ട് ഗ്രോത്ത് എന്താ, ഇക്വിറ്റി, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് അതിന്റെ ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താ ഗ്രോത്ത്, എന്താ ഇക്വിറ്റി, എന്താ മോഡേണൈസേഷൻ, എന്താ സെൽഫ് റിലയൻസ് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ഗ്രോത്തിൽ GDP വരുന്ന വർധനവ് അല്ലേ, ഗ്രോത്തിൽ വരികയാണെങ്കിൽ GDP ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. GDP ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ എന്താണ്, നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ട്. അങ്ങനെ രാജ്യം ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് GDP വരുന്നത്. ഇക്വിറ്റി ആകുമ്പോൾ എല്ലാവർക്കും ഒരേ എന്താ പറയുക ഈക്വൽ റൈറ്റ്സ് ആണ് വരുന്നത്. ദെൻ മോഡേണൈസേഷൻ ആണ് വരുന്നത്. അവിടെ എന്താണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഓർ അഡ്വാൻസ്മെന്റ്. ദെൻ എന്ത് കൊടുക്കാം, അതിന്റെ കൂടെ തന്നെ വുമൺ എംപവർമെന്റ്, സ്ത്രീകൾക്കും പുരുഷന്മാരെന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നു. അവരവരുടെ മേഖലയിൽ ഡെവലപ്പ് ആയിട്ട് വരുന്നു എന്ന കാര്യമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ സെൽഫ് റിലയൻസ് ആണ്. എന്താ സെൽഫ് റിലയൻസ്? സ്വയം പര്യാപ്തത, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡക്ഷൻ കൂട്ടുക, നമ്മൾ ഇന്ത്യയിൽ ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ല. ഇനി പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ഹെഡിങ് കൊടുക്കുന്നു. ഹെഡിങ് കൊടുത്തതിന് ശേഷം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ് ഞാൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇനി അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം അത് പോസ്റ്റ് ചെയ്യുക. ഇന്നലത്തെ ലൈവിൽ ചാപ്റ്റർ 8 ആദ്യത്തെ ചാപ്റ്റർ 8 പോയി നോക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ്ങും അതിനുള്ള സ്ട്രാറ്റജീസും ഞാൻ അതിൽ തന്നെ എക്സാമ്പിൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സിനെ നീക്കി വെക്കുന്നു, നമ്മളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ദെൻ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഒന്ന് LPG യൂസ് ചെയ്യുന്നു, എനർജി നമ്മൾ അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീസ് വേണ്ടി യൂസ് ചെയ്യുന്നു, അർബൻ ഏരിയയിൽ CNG യൂസ് ചെയ്യുന്നു, വിൻഡ് പവർ യൂസ് ചെയ്യുന്നു. ദെൻ സോളാർ സെൽസ് യൂസ് ചെയ്യുന്നു, 5 സോളാർ സെല്ല് യൂസ് ചെയ്യുന്നു. ദെൻ എന്താണ്, മിനി ഹൈഡൽ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. പിന്നെ ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തത് എഴുതി വെക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്താണെന്ന് വെച്ചിട്ടൊന്ന് ചെയ്യുക കേട്ടോ. ഇനി അതവിടെ വന്നിട്ടുണ്ട് മിനി ഹൈഡൽ പ്ലാന്റ്സ്, ബയോ കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ്, ആൻഡ് ദെൻ ബയോപെസ്റ്റ് കൺട്രോൾ, ജൈവ രീതിയിൽ എന്ത് ചെയ്യുക, ബയോ കമ്പോസ്റ്റിംഗ് ചെയ്യുക. ഓക്കെ അല്ലേ. ഈ ഒരു 8 പോയിന്റ് ഉണ്ട്. ഈ 8ഉം ഓർമ്മയിൽ എന്തായാലും എഴുതി വയ്ക്കുക. അത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഈ 8 പോയിന്റ് എന്തായാലും ആദ്യം എഴുതണം. ആദ്യം എഴുതിയതിന് ശേഷം 8 പോയിന്റ് ആദ്യം ഹെഡിങ് കൊടുത്തോ, എന്നിട്ട് 8 പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ദെൻ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. പോവർട്ടിയിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് സിസ്റ്റം ആൻഡ് ഫുഡ് ഗ്രെയിൻ സിസ്റ്റം, ഫുഡ് ഗ്രെയിൻ പോളിസീസ്. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. അങ്ങനെ 3 രീതിയിലാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ.
അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് കോസസ് ഓഫ് പോവർട്ടി. എന്താ കോസസ് ഓഫ് പോവർട്ടി വരുന്നത്? കോസസ് ഓഫ് പോവർട്ടി ആണ് എന്ത്? ഇത് ലോവർ ഇൻകം, വരുമാനം കുറവാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് പോവർട്ടി ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് അസറ്റ് സ്വത്തുക്കൾ ഇല്ലാത്തതിൽ നമുക്ക് ക്യാപിറ്റൽ ഇല്ലാത്ത ആളെന്താണ് പോവർട്ടി അനുഭവിക്കുന്ന പീപ്പിളാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാളിറ്റീസ്, ദെൻ വൾണറബിലിറ്റി, ദെൻ പോപ്പുലേഷൻ വരുന്നുണ്ട് അല്ലേ, ജനസംഖ്യ കൂടുകയാണെന്നുണ്ട് അല്ലേ, നമ്മളിപ്പോൾ ജനസംഖ്യ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ പോവർട്ടിയിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. ബാക്ക്വേർഡ് ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ പുറകോട്ട് നിൽക്കൽ. ദെൻ ഡിക്ലൈൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ജോലി ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെയൊക്കെ പറയുന്നത്. ദെൻ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഇവിടെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കോസസ് ഓഫ് പോവർട്ടി ആയി. ദെൻ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആണ്. ആദ്യം കോസസ് ഓഫ് പോവർട്ടി, ഞാൻ ഈ പേജിൽ കോസസ് ഓഫ് പോവർട്ടി എഴുതാം. കോസസ് ഓഫ് പോവർട്ടി എഴുതി. ഇനി ക്ലാസിഫിക്കേഷൻസ് ഓഫ് പോവർട്ടി ഉണ്ട്, അത് ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റഗറൈസിങ് പോവർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി വയ്ക്കുക. ആദ്യം 1 ഗ്രാഫ് മാത്രം വരച്ചു വെച്ചാൽ അതെ 1. ആദ്യം ഇത് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഈ പോവർട്ടി ലൈനിൻ്റെ താഴെയാണ് എപ്പോഴും ആ വ്യക്തി എങ്കിൽ അയാൾ എന്താണ്? ഓൾവേസ് പുവർ ആണ്. ഓൾവേസ് പുവർ. രണ്ടാമത്തെ കാറ്റഗറി ഇവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വീണ്ടും നിങ്ങൾ വരച്ച് വയ്ക്കുക. ഓൾവേസ് പുവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈൻ വരച്ച് വയ്ക്കുന്നു. ഇങ്ങനെ, അതായത് കൂടുതൽ സമയം അയാൾ താഴത്തെ കിടക്കുന്നത്, പോവർട്ടി ലൈനിൻ്റെ താഴെയാണ് അയാൾ കൂടുതൽ സമയം കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്താണ്? യൂഷ്വലി പുവർ ആണ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. അയാൾ എന്താണ്? ചേണിങ് പുവർ എന്നാ പറയാ. ഞാൻ സിനിമ കണ്ടപ്പോൾ ദിലീപ് കുബേരൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നോ, അതാണ് ചേണിങ് പുവർ. ഇന്ന് ദരിദ്രനാവും, നാളെ ചിലപ്പോൾ ദരിദ്രരാക്കി മുകളിൽ പോകും, നാളെ മറ്റന്നാൾ എന്തായി വീണ്ടും വരും, വീണ്ടും പോകും. അപ്പോൾ ഇതെന്താണ്? ചേണിങ് ആണ്. ചേണിങ് പുവർ കാറ്റഗറിയിൽ വരും. ഇനി നാലാമത്തത് വരികയാണ്, 4 വരികയാണ്. 4 വരുമ്പോൾ എന്താ വരുന്നത്? 4 വരുമ്പോൾ അയാൾ ഒക്കേഷണലി പുവർ ആണ് കേട്ടോ. ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വല്ലപ്പോഴും മാത്രമേ എവിടെ വരുന്നുള്ളൂ? ദാരിദ്ര്യത്തിലേക്ക് താഴെ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അദ്ദേഹം എന്താണ്? ഒക്കേഷണലി ആണ്. ഒക്കേഷണലി പുവർ കാറ്റഗറി അല്ലെ, ഒക്കേഷണലി പുവർ കാറ്റഗറി. ആൻഡ് 5th വൺ, അവസാനത്തെ ഒരെണ്ണം കൂടി ഉള്ളൂ, ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു. അയാൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ എന്താണ്? ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ല. അപ്പം അത്തരത്തിലുള്ള ആളാണ് എന്ത്? നെവർ പുവർ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ അല്ലടാ? അപ്പോൾ കോസസ്, പോവർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താ പോവർട്ടി ലൈൻ എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദാദാഭായ് നവറോജി ആണെന്ന് അറിയാം. ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അലിവിയേഷൻ പ്രോഗ്രാംസിൽ ഏതൊക്കെയാണ് വരുന്നത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫ് എംപ്ലോയ്മെന്റ് ഓർ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ഫുഡ് ആൻഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അങ്ങനെ 3 രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് പോവർട്ടി അലിവിയേഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NGNRE, GA, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന, സ്വർണ്ണ ജയന്തി സ്വരോസ്ഗർ യോജന എന്നിങ്ങനെ കുറേ പ്രോഗ്രാംസ് പഠിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ലൈവ് എന്നെടുത്ത് നോക്കുക. നിങ്ങൾ ഇന്നലത്തെ ആ സെഷൻ ഒന്ന് എടുത്ത് പോയി കഴിഞ്ഞാൽ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഞാൻ സെപ്പറേറ്റ് ഒരു 4 പോയിന്റ് വെച്ച് നിങ്ങളോട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുക തന്നെയാണ്. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? വീണ്ടും ചോദിച്ചിട്ടുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം ഇതെന്താ? ഇത് PYQ ആണ്. ഇത് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് PYQ ആണ്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം. മീനിങ് നിങ്ങൾക്കറിയാം. ഇത് 8 മാർക്കിനും ചോദിക്കും, 5 മാർക്കിനും ചോദിക്കും, 4 മാർക്കിനും ചോദിക്കും. എഴുതിക്കൂടെ? അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താ? തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. വരും തലമുറയ്ക്ക് കൂടി നമ്മുടെ റിസോഴ്സസിനെ അവൈലബിൾ ആക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, എസ്സേയിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PYQ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മളുടെ A to Z, അതായത്
ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ വീണ്ടും പറഞ്ഞിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററാണ്, ഒന്ന് പൊടി തട്ടി എടുത്തിട്ടില്ലെങ്കിൽ ഇനി ഇന്ന് ചോദിക്കാത്ത കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക, നല്ല മാർക്കോട് കൂടി എക്സാം എഴുതുക. ഇനി ഇതിന് ശേഷം റോഷന മാമിൻ്റെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എക്സാമിന് പോവുക. അപ്പോൾ ഇന്നത്തെ എക്സാമോട് കൂടി നമ്മുടെ കൊമേഴ്സിൽ എക്സാം തീരുകയാണെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക. +2 നല്ല മാർക്കോട് കൂടി നമുക്ക് ഒപ്പം പോകാനുള്ളതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.